പാവങ്ങാട് എം.ഇ.എസ്. സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ നടന്നു. സ്കൂളിൽ നടന്ന ചടങ്ങ് എം.ഇ.എസ്. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി.എ. ഫസൽ ഗഫൂർ ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ അവാർഡ് ജേതാവ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ, ചലച്ചിത്ര നടൻ റഹ്മാൻ തുടങ്ങിയവരും ആഘോഷ പരിപാടിയിൽ പങ്കെടുക്കാനെത്തി. إياك نعبد وإياك نستعين സാംസ്കാരിക സിനിമാ ലോകത്തെ പ്രമുഖർ അണിനിരന്ന ഉദ്ഘാടന സമ്മേളനത്തോടെയാണ് പാവങ്ങാട് എം.ഇ.എസ്. സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കമായത്. സ്കൂളിൽ നടന്ന ചടങ്ങിൽ എം.ഇ.എസ്. സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ പി.എ. ഫസൽ ഗഫൂർ പരിപാടികളുടെ ഔദ്യോഗിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. ജാതി മത ഭേദമന്യാണ് എല്ലാ പരിപാടികളും. അധ്യാപകരുടെ എണ്ണം നോക്കിയാലും വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കിയാലും ഇവിടുത്തെ കലാ സാംസ്കാരിക കാര്യങ്ങളിൽ അവരുടെ കാഴ്ചപ്പാടുകൾ നോക്കിയാലും ഒക്കെ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ത്യയിൽ ഒരു സെക്യുലർ മുഖമുണ്ടെങ്കിൽ ഇന്ത്യക്ക് ഒരു സെക്യുലർ മുഖം വേണമെന്നുണ്ടെങ്കിൽ എം.ഇ.എസിന്റെ ശൈലിയാണ്. എം.ഇ.എസ്. സെൻട്രൽ സ്കൂൾ ചെയർമാൻ കെ.വി. സലീം അധ്യക്ഷനായ ചടങ്ങിൽ പത്മശ്രീ അവാർഡ് ജേതാവ് ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായർ മുഖ്യാതിഥിയായിരുന്നു. 101 വയസ്സിലും അദ്ദേഹത്തെ നയിക്കുന്നു. ആത്മാർത്ഥതയോടെ അദ്ദേഹം സമീപിക്കുമ്പോൾ ചലച്ചിത്ര നടൻ റഹ്മാന്റെ സാന്നിധ്യവും ചടങ്ങിനെ ശ്രദ്ധേയമാക്കി. പഠിക്കുന്ന കുട്ടികളുടെ അമ്മമാർക്കുള്ള ഒരു ഫംഗ്ഷൻ ആണോ എന്നൊരു സംശയം ആണോ? കുട്ടികൾ കാണുന്നില്ല, സ്കൂളിൽ തന്നെയാണല്ലേ. പരിപാടിയോടനുബന്ധിച്ച് പ്രിൻസിപ്പൽ ഡോക്ടർ അജിത ഹേമചന്ദ്രൻ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ പഠന പാഠ്യേതര വിഷയങ്ങളിലായി മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. സ്കൂൾ വൈസ് ചെയർമാൻമാരായ പി.വി. മഹമ്മൂദ് ഹാജി, ഹസൻ തിക്കോടി, ട്രഷറർ ടി.സി. അഹമ്മദ്, ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ എ.എം. ഷെരീഫ്, മറ്റ് സ്കൂൾ പ്രതിനിധികൾ തുടങ്ങിയവർ വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. സ്കൂൾ ജോയിന്റ് സെക്രട്ടറി കെ. ഹാഷിം, എം.ഇ.എസ്. സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ വി.കെ. ജമാൽ, ജില്ലാ പ്രസിഡന്റ് സി.ടി. സക്കീർ ഹുസൈൻ, സ്കൂൾ ഹെഡ് മിസ്ട്രസ് ഹെർമിൻ റഷീദ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.